ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? മൂന്നാമത്തെ ആക്ടിവിറ്റീസ് മുതൽ പറഞ്ഞു. ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം കേട്ടോ. മൂന്നാമത്തെ എന്താ? മാതൃക പോലെ വാക്കുകൾ മാറ്റി എഴുതുക പറഞ്ഞു. തീർപ്പാൻ, തീർക്കാൻ, കളിപ്പാൻ, കളിക്കാൻ, കുടിപ്പാൻ, കുടിക്കാൻ, തേടുന്നേൻ, ഞാൻ തേടുന്നു, പോകുന്നേൻ, ഞാൻ പോകുന്നു, നിൽക്കുന്നേൻ, ഞാൻ നിൽക്കുന്നു. ഓക്കെ, അത്രയാണ് അത് കംപ്ലീറ്റ് ചെയ്ത്. നെക്സ്റ്റ് ഫോർത്ത് ഏതാണ്? മാതൃക പോലെ പിരിച്ചെഴുതുക. അപ്പോൾ എക്സാമ്പിൾ: ചെറു കൂട്, ചെറുകൂട്, കൊച്ചു കിടാവ്, കൊച്ചു കിടാവ്, കുഞ്ഞു കിളി, കുഞ്ഞു കിളി. ഓക്കെ, അത്രയാണ് ചേർത്ത് എഴുതാനുള്ളത്. നെക്സ്റ്റ് അഞ്ചാമത്തെ സംഭാഷണം പൂരിപ്പിക്കുകയാണ്. അതിൽ കൂട് കൂട്ടാൻ പോകുന്നു, 5-6 അരുമക്കിടാങ്ങൾ, കരയും, ഞാനിതാ പോകുന്നു, അല്ലേ? അപ്പം അത് സംഭാഷണം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? കുഞ്ഞ് ചുള്ളിയുമായി നീ എങ്ങോട്ട് പോകുന്നു? കുരുവി പറയുന്നത് കൂട് കൂട്ടാൻ പോകുന്നു. കുഞ്ഞ് കൂട്ടിൽ കുഞ്ഞുങ്ങളില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുരുവി എന്ത് പറയും? 5-6 അരുമക്കിടാങ്ങൾ എന്ന് പറയും, അല്ലേ? നെക്സ്റ്റ് കുഞ്ഞ് നിന്നെ കാണാതിരുന്നാൽ അവ കരയില്ലേ? അപ്പൊ കുരുവി എന്ത് പറയും? കരയും, ഞാനിതാ പോകുന്നു. ഓക്കെ, സംഭാഷണം നമ്മൾ ഫില്ല് ചെയ്തു. നെക്സ്റ്റ് ആറാമത്തെ നമ്മൾ ചൊല്ലി രസിക്കാം എന്നുള്ള പാട്ട് പാടിയല്ലേ? കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്നു കരയൂലേ. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും ഈ പാഠം വായിച്ചില്ലേ എല്ലാവരും? അപ്പൊ നെക്സ്റ്റ് പാഠത്തിലേക്ക് പോകാം, അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ പേജ് നമ്പർ 55, അല്ലേ? 55 ശ്രദ്ധിക്കുക. എന്താണ് പേര്? പാഠം 14 ചക്കപ്പെരുമ, അല്ലേ? ചക്കപ്പെരുമ. ചക്കേനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാക്ക് ഫ്രൂട്ട്, ചക്ക ഒക്കെ അറിയോ എല്ലാവർക്കും? എത്ര പേർക്ക് ചക്ക ഇഷ്ടമാണ് കഴിക്കാൻ? ഓക്കെ, എത്ര പേരുടെ വീട്ടിൽ ചക്കയുണ്ട്? പ്ലാവ്, ചക്ക പിടിക്കുന്ന മരത്തിന് എന്താ പേര്? പ്ലാവ്, അല്ലേ? ഓക്കെ, അപ്പോ അതുണ്ടോ എല്ലാവർക്കും വീട്ടിൽ? ആ മരം ഉണ്ടോ? കണ്ടിട്ടും ഉണ്ട് അല്ലേ ചക്ക? എന്ത് രുചിയാണ് ചക്കക്കുള്ളത്? എന്ത് രുചിയാണ് ജുവലെ? അറിയോക്കട്ടെ, കഴിച്ചിട്ടുണ്ടോക്കട്ടെ? നല്ല കയ്പ് മധുരാണ് അല്ലേ? ഓക്കെ, നല്ല മധുരാണ് അല്ലേ? ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഫലങ്ങളാണ് ഏത്? നമ്മുടെ നാട്ടിലെ സുപരിചിതമായി ഇഷ്ടം പോലെ ഉണ്ടാകുന്ന, സുലഭമായി ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ഏത്? ചക്കപ്പഴം, അല്ലേ? അപ്പൊ ചക്കപ്പഴത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾ മുമ്പേ, അല്ലേ? ഈ കൊറോണ വന്ന സമയത്ത് ഇഷ്ടം പോലെ ചക്കയെല്ലാം ആളുകൾ യൂസ് ചെയ്തു. അപ്പോ എന്തുകൊണ്ടാണ്? പുതിയ പുതിയ ഫലങ്ങളെ തേടി നമ്മൾ പോയി, അല്ലേ? ആപ്പിള്, ഓറഞ്ച് അങ്ങനെയുള്ളതിന്റെ പുറകെ, അല്ലേ? ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള പഴമാണ് ചക്കപ്പഴം കേട്ടോ. നമ്മള് പഴയ കാലങ്ങളിലൊക്കെ മരുന്നായിട്ട് പോലും യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചക്കപ്പഴത്തിന്റെ പെരുമയെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ചക്കപ്പെരുമ എന്നാണ് പാഠത്തിന്റെ പേര്, അല്ലേ? ചക്കപ്പെരുമ. അപ്പൊ മാങ്ങ, അല്ലെ? മാങ്ങ അറിയില്ലേ? മാംഗോ എല്ലാവർക്കും. ഓക്കെ, അപ്പോ ജാക്ക് ഫ്രൂട്ട്, ഇതൊക്കെ നല്ല ഫലങ്ങളാണ് കേട്ടോ. നല്ലപോലെ കഴിക്കാം, ഇഷ്ടം പോലെ കഴിക്കാം, നമുക്കൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോ ഇതിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഫലമായ ചക്കയ്ക്ക് നിരവധി, ഏറ്റവും വലിയ ഫലമല്ലേ ജാക്ക് ഫ്രൂട്ട്? ഓക്കെ, നമ്മുടെ ഔദ്യോഗിക ഫലമാണ്, അല്ലെ? നമ്മുടെ ഔദ്യോഗിക ഫലവുമാണ് ഏത്? ജാക്ക് ഫ്രൂട്ട്. ഇപ്പൊ ജാക്ക് ഫ്രൂട്ട് വലിയ പഴമാണ്, കാണാൻ വലിപ്പമുള്ളല്ലേ? ആരെങ്കിലും മുറിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും കൈക്ക് പറ്റാറുണ്ടോ അതിന്റെ? എവിടെ, അല്ലേ? അമ്മമാർ ഇങ്ങനെ പറക്കി തരാറാണ് കയ്യിൽ, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല അതിന്റെ. കഴിച്ചിട്ടുണ്ടാവും, അല്ലേ? ഓക്കെ, അപ്പൊ അതിനെന്താ പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പേര് അറിയാവോ? കൈക്ക് പറ്റുന്നൊരു സാധനം ഉണ്ട്, അല്ലേ? കഴിച്ചവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഫലമായ ചക്കക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന്, അല്ലേ? അപ്പൊ ഔഷധ ഗുണമുള്ള ഒരു ഫലവും കൂടിയാണ് ഏത്? ചക്കപ്പഴം, അല്ലേ? അപ്പോ ഇതിലെന്താണ് പറയുന്നത്? ചക്ക എന്ന പഴത്തിന്റെ മഹത്വമാണ് ചക്കപ്പെരുമ എന്ന കവിതയിൽ പറയുന്നത്, അല്ലേ? ചക്കപ്പഴത്തിന്റെ മഹത്വം. ഓക്കെ,
അപ്പോ രണ്ട് കുട്ടികള് വീട്ടുപറമ്പ് കളിക്കുമ്പോൾ ചക്ക വീഴുന്നതും പിന്നെ എന്ത് ചെയ്യുന്നേ അവരത് എടുക്കാൻ ശ്രമിക്കുന്നതും. അപ്പൊ എന്തുണ്ടാവുന്നേ അതിന് കഴിയാതെ വന്നപ്പോൾ ആരെയാ വിളിക്കുന്നത്? മുത്തശ്ശിയെ വിളിക്കുന്നു അല്ലെ? മുത്തശ്ശി അവരെ സഹായിക്കുന്നു. ചക്കയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതുമാണ് ഈ പാഠത്തിലെ ഉള്ളടക്കം അല്ലെ? അപ്പോൾ ചക്ക വീണ് കിടക്കുന്നുണ്ട്, കളിക്കുമ്പോൾ രണ്ട് കുട്ടികൾ ആര്? അരുണും നീലിമയും. ഓക്കെ. അപ്പോ ചക്ക എടുക്കാൻ ശ്രമിക്കുന്നതും പറ്റാതെ വരുമ്പോൾ മുത്തശ്ശിയെ വിളിക്കുന്നതും മുത്തശ്ശി അവരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ, സഹായിക്കുന്നതും ചക്കയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതുമാണ് ഈ കഥയിൽ ഉള്ളടക്കമായിട്ട് വരുന്നത്. അപ്പോൾ ചക്ക എല്ലാവരും കഴിച്ചിട്ടുണ്ട്, ചക്ക കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ പ്ലാവും എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ തുടർന്ന് നമുക്കിത് വായിക്കാം അല്ലെ? ഓക്കെ. അപ്പൊ ചക്ക കാണാത്തവരാരും ഇല്ലല്ലോ? പ്ലാവും ഇതേതാ മരം? ചക്ക പിടിക്കുന്ന മരം കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ. കഴിക്കാത്ത ആരും ഇല്ല എന്നാ പറഞ്ഞ, എല്ലാരും ഉണ്ട് കഴിച്ചു എന്നാ പറഞ്ഞ. അപ്പൊ എന്താണ് പാഠം 14 ചക്കപ്പെരുമ. അപ്പോ എന്താ പറയുന്നത്? അരുണും നീലിമയും തൊടിയിൽ കളിക്കുകയായിരുന്നു. ധും. എന്താ വീണത്? ധും എന്ന് പറഞ്ഞ എന്താണ്? വീഴുന്ന വെച്ചാലേ. പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരും പേടിച്ചുപോയി. അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്ത് വീണ് കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം. അവരുടെ വായിൽ വെള്ളമൂറി അല്ലേ? നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അത് പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ അവൾ പിൻവാങ്ങി. അരുണിന് ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവന് കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പശ പുരണ്ട് കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്കക്കൊരു പശയുണ്ടല്ലേ, അതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടി പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ അല്ലേ? ചക്കപ്പശ കണ്ടിട്ടുണ്ടോ? സയാൻ കണ്ടിട്ടുണ്ടല്ലേ? സയാന് ചിരി വരുന്നുണ്ട്. നീലിമ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി, ഒരു വലിയ ചക്ക വീണ് കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന് വരാമോ? അവൾ ചോദിച്ചു. ഒരു കത്തി എടുത്തിട്ട് വാ, ഞാനും വരാം, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലിമയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിവാ അല്ലേ? പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിവാ പറഞ്ഞു. മുത്തശ്ശി ഒരു വാഴയില മുറിച്ചെടുത്ത് നിലത്ത് വിരിച്ചു. ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചക്ക പിളർന്നു. അപ്പോഴേക്കും അരുണും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള ഓരോന്നായി പിഴുതെടുത്ത് കുട്ടികൾക്ക് നൽകി. നന്നായി പഴുത്തതാണെങ്കിൽ ഇതുപോലെ മണമുണ്ടാകും. തൊട്ടു നോക്കിയാലും അറിയാം. അല്ലെങ്കിൽ ചൂഴ്ന്നു നോക്കണം. ചക്കയാണോ ചൂഴ്ന്നു നോക്കാൻ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ചക്കച്ചുള മാത്രമല്ല നാം എടുക്കൂ. അല്ല, ചുള പുഴുങ്ങിയോ അല്ലാതെയോ തിന്നാം. കുരുവും കൂഞ്ഞും ഉപ്പേരി വെക്കാം. കുരു ചുട്ടു തിന്നുകയും ചെയ്യാം. ചുളയും കുരുവും ഉണക്കി വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം. ചക്കക്കുരുവും ചക്കക്കരുളും ചക്കച്ചവണിയും ഒക്കെ പശുവിനും കൊടുക്കാം. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പതിവ്. അന്ന് നമ്മുടെ നാട്ടിൽ വലിയ പട്ടിണിയായിരുന്നു. ചക്കയും മറ്റുമാണ് മിക്കവരുടെയും വിശപ്പ് മാറ്റിയത്. നിങ്ങൾ അമ്മൂമ്മപ്പാട്ട് കേട്ടിട്ടില്ലേ? താളും തകരേ മുമ്മാസം, ചക്കേ മാങ്ങേ മുമ്മാസം, ചേനേ കൂർക്കേ മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. കുട്ടികൾ ആദരവോടെ ചക്ക തൊട്ടു നോക്കി. ഇതാണ് ചക്കപ്പശ എന്നുള്ള കഥ അല്ലേ? എന്താണ് മനസ്സിലായത്? അരുണും നീലിമയും കളിക്കുന്ന സമയത്ത് എന്ത് വീണു? ഠും എന്ന് പറഞ്ഞൊരു ചക്ക വീണു അല്ലേ? ആ ചക്ക അവര് എടുക്കാൻ നോക്കുന്നതും അവർക്ക് പറ്റാതെ വരുമ്പോൾ മുത്തശ്ശിയെ വിളിക്കുന്നതും മുത്തശ്ശി അത് കൊത്തി കൊടുക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ ചക്കേനെ കുറിച്ചും ചക്കയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഏതും കളയാനില്ല അല്ലെ? ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ചക്കപ്പെരുമ എന്നാണ് കഥയുടെ പേര്. അരുണും നീലിമയും തൊടിയിൽ കളിക്കുകയായിരുന്നു. ഠും, പെട്ടെന്നൊരു ശബ്ദം. ആരൊക്കെയായിരുന്നു തൊടിയിൽ കളിക്കുന്നേ? ആരൊക്കെയായിരുന്നു? ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ. എല്ലാവരും ചോറൊക്കെ കഴിച്ച് ഉറക്കം വന്നു ആവോ?
അരുണും നീലിമയും. ഓക്കെ, അരുണും നീലിമയായിരുന്നു തൊടിയിൽ കളിക്കുന്നത് അല്ലേ? അപ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഠുംന്ന് അല്ലേ? രണ്ടുപേരും പേടിച്ചു പോയി. അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. എവിടുന്നാ ഒച്ച കേട്ടത്? അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്ന്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്ത് വീണ് കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം. അവരുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ചില കുട്ടികളൊന്നും ഇപ്പം ചക്കയൊന്നും കഴിക്കാറില്ല അല്ലെ? നല്ല നല്ല ഫ്രൂട്ട്സുകളെ കഴിക്കാറുള്ളൂ. പക്ഷെ ചക്ക നല്ല ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ അവരുടെ അരുണും നീലിമക്കും ചക്കയുടെ മണം കേട്ടതോടെ വായില് വെള്ളമൂറി അല്ലേ? നല്ലോണം കൊതിയായി എന്നർത്ഥം. എന്താണ് ഫാത്തിമ? മിസ്സിന്റെ ഒച്ച ചെറുങ്ങനെ കേൾക്കുന്നില്ലോ. കേൾക്കുന്നില്ല? ചെറുങ്ങനെ കേൾക്കുന്നില്ലോ. ആണോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഉണ്ടോ? അപ്പോ എന്താണ് പറഞ്ഞേ? കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്ത് വീണ് കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം കേട്ടപ്പോൾ അരുണും നീലിമക്കും വായിൽ നിന്ന് വെള്ളമൂറി. വായിൽ നിന്ന് എപ്പോഴാ നമുക്ക് വെള്ളം ഊറുന്നത്? എപ്പോഴാ ഊറുക അനിക? അതെ, കൊതി തോന്നുമ്പോ അല്ലേ? അതിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് നല്ല രുചിയുണ്ടെന്ന് അല്ലേ? അതുകൊണ്ടാണ് അവരുടെ വായിൽ നിന്ന് വെള്ളം ഊറിയത്. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അത് പൊക്കാൻ നോക്കി അല്ലേ? എവിടെ പൊക്കാനാണ്? വലിയ ചക്കയാണ് അല്ലേ? ചെറിയ കുട്ടികളും. അപ്പൊ അത് പൊങ്ങിയില്ല. അപ്പൊ എന്ത് ചെയ്തു? അവൾ അത് പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ. അതിനെന്തുണ്ടാവും? പുറത്ത് കരുളുണ്ടാവും അല്ലേ? ചക്കക്ക് കണ്ടിട്ടില്ലേ അക്ക? ഉണ്ടോ? കരുളുണ്ടോ? അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ കുത്തുന്ന പോലെ? മുള്ളു പോലത്തുന്നത്? ആ, അപ്പൊ അതാണ് കയ്യിൽ തറച്ചത്. എന്താണ് ഷിഫാന? എന്ത് ഷിഫാന? ഷിഫാന പറഞ്ഞത് മിസ്സിന് ക്ലിയർ ആയില്ല. ഷിഫാന സ്റ്റക്കായി. ഷിഫാന ഓക്കെ. അപ്പൊ കൈക്ക് ഒരു മുള്ള് പോലെ ഉണ്ട് അല്ലേ പുറത്ത്? അതിനെ കരുള് എന്നാ പറയാ ചക്കര. അപ്പൊ അത് കയ്യിൽ തറച്ചു അല്ലേ അവളുടെ? അവളുടെ കയ്യില് തറച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ ചക്ക? ഓക്കെ. അപ്പോ എന്ത് ചെയ്തു? കയ്യില്, നീലിമയുടെ കയ്യില് അത് തറച്ചു അല്ലേ? ഓക്കെ, ചക്കയുടെ കരുൾ. അപ്പൊ കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ അവൾ പിൻവാങ്ങി. അരുണിന് ചിരി വന്നു അല്ലേ? അപ്പൊ അരുണിന് എന്ത് വന്നു? ചിരി വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു അരുൺ? അവനെ അങ്ങോട്ട് മാറ്റി എത്തിയിട്ട്, അവളെ മാറ്റി എത്തിയിട്ട് അവൻ എടുക്കാൻ നോക്കി അല്ലേ? അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം അല്ലെ? നല്ല കനമുണ്ട് അതിന്. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. തോൽവി സമ്മതിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം എന്ന് പറഞ്ഞു അല്ലേ? അരുൺ പിടുത്തം വിട്ടു അല്ലേ? അരുൺ പിടുത്തം വിട്ടു. എന്ത് പറഞ്ഞു? തോൽവി സമ്മതിച്ചു. പൊങ്ങുന്നില്ല. അപ്പൊ നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവന് കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ കൈ പിൻവലിക്കാൻ കഴിയാതിരുന്നത്? ചക്കപ്പശ പറ്റിയല്ലേ? ചക്കപ്പശ ഉണ്ടാവാറുണ്ട് ചക്കക്ക്. എന്താ നിങ്ങൾ പറയാറ് അതിനാ? ചക്കപ്പശക്ക് എന്താ നിങ്ങൾ പറയാറ് ഹന്ന? ചക്കപ്പശ കണ്ടിട്ടുണ്ടോ ഹന്ന? ചക്കയുടെ കറാന്ന് പറയും. പിന്നെന്താ വേറെ ആരെങ്കിലും എന്താ പറയാ? വേറെന്താ പറയാമെന്ന? വെളിഞ്ഞേറ് എന്ന് പറയും അല്ലേ? വെളിഞ്ഞേറ് പറ്റി കഴിക്ക് പറയും അല്ലേ? ചക്കയുടെ പച്ച, അതന്നെയാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ വേറെ എന്താ പറയുക? എന്താ ആൻസൺ പറയൂ. ആൻസൺ അരക്ക്. ഓക്കെ, അങ്ങനെയും പറയാറുണ്ട്. ചക്കയുടെ അരക്ക് കൈക്ക് പറ്റി എന്ന് പറയും അല്ലേ? അപ്പൊ പല പേരുകളും ഉണ്ട് അതിന് കേട്ടോ. അപ്പൊ അരക്ക് എന്ന് പറയാറുണ്ട്, വെളിഞ്ഞേറ് എന്ന് പറയാറുണ്ട്,
ചക്കപ്പശ. അതാണ് ചക്കപ്പശ എന്നും പറയാറുണ്ട്. ഓക്കെ. അപ്പോ അവന്റെ കൈക്ക് എന്ത് പറ്റി? അരക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൈ വലിക്കാൻ പറ്റാതിരുന്നത് അല്ലേ? അപ്പോ ചക്കപ്പശ പുരണ്ട് കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടി പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. അപ്പൊ ചക്കപ്പശ കളയുന്ന വിദ്യയും മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ? വെളിച്ചെണ്ണ പരട്ടിയിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീലിമ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി ഒരു വലിയ ചക്ക വീണ് കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി ഒന്ന് വരുമോ? അവൾ ചോദിച്ചു. ഒരു കത്തി എടുത്തിട്ട് വാ, ഞാനും വരാം, മുത്തശ്ശി പറഞ്ഞു. അല്ലേ? ഒരു കത്തി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. എന്തിനാ കത്തി? ചക്ക മുറിക്കാൻ. ചക്ക മുറിക്കാൻ. അതെ, ചക്ക മുറിക്കാൻ വേണ്ടി ഒരു കത്തി എടുത്തിട്ട് വാ, അപ്പൊ ഞാനും കൂടെ വരാമെന്ന് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലിമയോടൊപ്പം പ്ലാവിന്റെ വീട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. അല്ലേ? അങ്ങനെയൊന്നും അത് പോവില്ല ഈ അരക്ക്, അല്ലേ? നല്ല പ്രയാസമുണ്ട്. അപ്പൊ അത് പോവാത്തത് അത് കളയാനുള്ള ശ്രമം കണ്ടിട്ട് ആർക്ക്? മുത്തശ്ശിക്ക് ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വാന്ന് പറഞ്ഞു. അല്ലേ? ഇനി ചക്കപ്പശയായ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് കളയണം. ഓക്കെ. അപ്പൊ വെളിച്ചെണ്ണ പുരട്ടി കളയാം. അപ്പോ അത്ര പോരെ മതി നമുക്കല്ലേ? വലിയ പാഠം ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് വിഷമാവും. അത് മതി അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി. അപ്പൊ ആരാ ഇന്ന് വായിക്കുന്നത്? അതിന് വായിക്കാനാവോ? ഒന്നുകൂടി മിസ് വായിക്കണോ? ഷിഫാന. ഓക്കെ. വായിക്കാനാവോ? വായിക്കും. കേൾക്കുന്നില്ല ഷിഫാന, ഉറക്കെ. അരുണും നീലമയും തോട്ടിൽ കളിക്കുകയായിരുന്നു. എന്നാണ് ശബ്ദം. രണ്ടുപേരും പേടിച്ചു പോയി. അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്തു വീണു കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം. അവരുടെ വായിൽ വെള്ളമൂറി. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അത് പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ അവൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അവൾ പിൻവാങ്ങി. വായിച്ചോ. അരുണിനു ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവനു കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പശ പുരണ്ടു കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടിപ്പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. നീലിമ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി, ഒരു വലിയ ചക്ക വീണ് കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ടു പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന്
വരുമോ? അവൾ ചോദിച്ചു. ഒരു കത്തി എടുത്തിട്ടു വാ, ഞാനും വരാം, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലമ്മയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്കു ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്കു ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ. മുത്തശ്ശി ഒരു വാഴയില മുറിച്ചെടുത്തു. നിലത്തു വിരിച്ചു. ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചക്ക പിളർന്നു. അപ്പോഴേക്കും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള ഓരോന്നായി പിഴുതെടുത്തു കുട്ടികൾക്കു നൽകി. മതി മോളെ, നമ്മൾ അത്ര വരെ എടുത്തില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് അജിത്ത്. അജിത്ത് അജിത്ത് വായിച്ചോ അജിത്തെ? ചക്കപ്പെരുമ. അരുണും നീലിമയും തൊടിയിൽ കളിക്കുകയായിരുന്നു. ഡും, പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരും പേടിച്ചുപോയി. അടിയിലെ പ്രാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്തു വീണു കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം അവരുടെ വായിൽ മൂറി. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അടു പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ അവൾ പിൻവാങ്ങി. അരുണിനു ചിരി വന്നു. അവൻ ചക്ക വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവനു കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പശ പന്തു കൈ തിരിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. നീലിമ വീട്ടിലേക്കോടി. മുത്തശ്ശി, ഒരു വലിയ ചക്ക വീണു കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന് വരുമോ? പോയോ ആള്? ഓക്കെ, നെക്സ്റ്റ് അജിത്ത്. കേൾക്കുന്നുണ്ടോ അജിത്തെ? എന്നാ വായിച്ചോ ബാക്കി കൂടി. മുത്തശ്ശി നീലിമയോടൊപ്പം പ്രാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്കു ചിരി വന്നു. ചക്കപ്പശ കളയാനു വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ. മതി മോനെ അജിത്തെ, അത്ര വരെ എടുത്തുള്ളൂ. നെക്സ്റ്റ് ജുവൽ.
പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവൻ അങ്ങോട്ട് ഓടി ഒരു വലിയ ചക്കയുടെ വീട്ടിൽ കണ്ടു. പഴുത്ത ചക്കയുടെ മണം അവരുടെ വായിൽ വെള്ളം മൂടി. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവൾ അത് അവൾ പിൻവാങ്ങി. എന്നിട്ട് ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം തോന്നി നമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശി പിടിക്കാം. അത് പിടിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വായുവിൽ ചക്കയിൽ പൊട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടി പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. ഇടുക നിറയെ ചക്ക പച്ച. വീട്ടിലേക്ക് ഓടി. വലിയ ചക്ക മുഴുവൻ കടന്നു. പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശിയും വരുന്നു. അവൻ ചോദിച്ചു, ഒരു കത്തി എടുത്തിട്ട് വാ, ഞാനും വരാം. മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി ദേവിയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിൽ ചെന്നു. ആരും കയ്യിൽ ചക്ക കായാൻ ശ്രമിക്കുന്നു. നമ്മൾ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. ചക്ക പച്ച കായാനുള്ള വിധി മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, പോയി കയ്യിൽ ചെന്ന് പുരട്ടുക. മതി ജുവലേ, അത്രേ എടുത്തുള്ളൂ മോളെ. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. ചക്കപ്പെരുമ. അരുണും നീലിമയും തൊടിയിൽ കളിക്കുകയായിരുന്നു. ഠും! പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരും പേടിച്ചുപോയി. അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ചക്ക നിലത്ത്. പഴുത്ത ചക്കയുടെ മണം അവരുടെ വായിൽ വെള്ളമൂറി. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അത് പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ. അവൾ പിൻവാങ്ങി. അരുണിനു ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവനു കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പശ പുരണ്ടു. കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടി പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. നീലിമ വീട്ടിലേക്കോടി. മുത്തശ്ശി, ഒരു വലിയ ചക്ക വീണു കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന് വരുമോ? അവൾ ചോദിച്ചു. ഒരു കത്തി എടുത്തിട്ടു വാ, ഞാനും വരാം, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലിമയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്കോ ചെന്നു. ആര്യൻ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്കു ചിരി വന്നു.
ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ. മുത്തശ്ശി ഒരു വാഴയില മോളെ അതുവരെ എടുത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് കുറെ കുട്ടികളെ ഇനി വായിക്കാനുണ്ട്, നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് എല്ലാ മക്കളും നാളത്തേക്ക് നല്ലപോലെ വായിച്ചിട്ട് വരുക. അടുത്ത ക്ലാസ്സിൽ മിസ് വായിപ്പിക്കും എല്ലാവരെയും. ഓക്കെ, ബൈ, സി യു.